Salary negotiation സമയത്ത് can I ask for more? If this is the question inside your mind, today I am going to explain how you can handle salary negotiation with confidence. Number 1. When the HR is asking you what is your expectation, നമ്മൾ ആദ്യം നമ്മളുടെ ബഡ്ജറ്റ് അങ്ങോട്ടേക്ക് പറയരുത്. Instead, ask them what is the range അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റോളിലേക്ക് വെച്ചിട്ടുള്ള ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് അവരോട് ചോദിക്കുക. For that you can use this sentence. I would love to know the salary range in your mind for this role. Number 2, do your research well. നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ആ ഒരു കരിയറിൽ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ ഇപ്പൊ റൈറ്റ് നൗ മാർക്കറ്റ് കൊടുക്കുന്ന ഒരു റേഞ്ച് ഓഫ് പേ എത്രയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഫോർ ദാറ്റ് യു കെൻ യൂസ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് പേ സ്കെയിൽ, ഗ്ലാസ് ഡോർ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ. നമ്പർ 3, ഇന്റർവ്യൂ സാലറി നെഗോസിയേഷനിൽ എസ്പെഷ്യലി യു ഹാവ് ടു സെൽ യുവർ വാല്യൂസ് ഇൻസ്റ്റെഡ് ഓഫ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന സർവീസ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ആ ഒരു കമ്പനിയിൽ വാല്യൂസ് ആഡ് ചെയ്യുന്നുള്ള രീതിയിലേക്ക് കോൺഫിഡന്റ് ആയിട്ട് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യാനും നമുക്ക് പറ്റും. അതേപോലെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓഫറിനേക്കാളും കുറവാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഡു നോട്ട് ഇമീഡിയറ്റ്ലി റിജക്ട് ദി ഓഫർ. ആസ്ക് ദം അബൌട്ട് ദി അതർ ബെനിഫിറ്റ്സ് ദേ ആർ പ്രൊവൈഡിങ് അതർ ദാൻ ദ സാലറി. ഇതും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഓഫർ എടുക്കണോ വേണ്ടിയോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. സോ സാലറി നെഗോസിയേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രേസസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ടാവും. സോ ഗോ വാച്ച് ഇറ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ യുവർ നെക്സ്റ്റ് ഇന്റർവ്യൂ. സോ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.